യാത്രകൾ പലർക്കും പലവിധ അനുഭവങ്ങളുടെയും നീർച്ചാലുകളാണല്ലോ സമ്മാനിക്കുന്നത്. വരൂ എൻ്റെ യാത്രാക്കുറിപ്പിലേക്ക് പോയി വരാം. ഒരു യാത്രാക്കുറിപ്പ്. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാകില്ല. വരൂ, നമുക്ക് അക്ഷരങ്ങളുടെ ഒരു യാത്ര പോകാം. എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ ഒരുപാട് ഓർമ്മകളും അതിലേറെ അനുഭവങ്ങളും സമ്മാനിക്കുന്നതാണ് ഓരോ യാത്രകളും. ഒത്തിരി യാത്രകൾ ചെയ്യാൻ കഴിഞ്ഞതിൽ ഇന്നും മറക്കാതെ മനസ്സിന്റെ കോണിൽ സൂക്ഷിക്കുന്ന ഒരു യാത്രയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അങ്ങനെ ഒരു യാത്ര ചെയ്യാനുള്ള അവസരം അന്നത്തെ ദിനമായിരുന്നു എന്ന്. യാത്രാപ്രേമിയായ ഭർത്താവിന് പെട്ടെന്നൊരു മോഹം, നമുക്കൊരു ചെറിയ യാത്ര പോയാലോ? പുള്ളിക്കാരന്റെ ചെറിയ യാത്രകളെല്ലാം മിനിമം 300 കിലോമീറ്ററുകൾക്കപ്പുറമായതിനാൽ തന്നെ ഞാൻ ഉടനെ ചോദിച്ചു, എങ്ങോട്ടാ? നമുക്ക് ഇന്ത്യയുടെ ഒരറ്റത്തേക്ക് പോയാലോ? വേഗം 2-3 ദിവസത്തേക്ക് വേണ്ടുന്നതൊക്കെ എടുത്തോളൂ, നമുക്ക് ധനുഷ്കോടിയിലേക്ക് പോകാം. ഇത്രമാത്രം പറഞ്ഞ് പുള്ളി യാത്ര ചെയ്യുന്നതിനുള്ള വാഹനം വൃത്തിയാക്കുന്നതിനായി ഇറങ്ങി. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവം സീരിയസ് ആണ്. അങ്ങനെ പറ്റിക്കാനായിട്ടൊന്നും പറയാത്ത സ്വഭാവമായതിനാൽ തന്നെ വേഗം ഒരുക്കങ്ങൾ തുടങ്ങി. അടുത്ത ദിവസം അതിരാവിലെ 4 മണിക്കാണ് യാത്ര തിരിക്കേണ്ടത്. അങ്ങനെ അന്ന് ഒരുവിധം വീട്ടുജോലികളെല്ലാം ഒതുക്കി യാത്രയ്ക്കുള്ളതെല്ലാം ബാഗുകളിലാക്കി ഞാൻ കിടന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടുകേൾവി മാത്രമുള്ള ധനുഷ്കോടിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് എപ്പോഴോ അല്പം മയങ്ങി. അലാറം മുഴങ്ങിയ ശബ്ദത്തിനു ശേഷം പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ ആ നിമിഷമെത്തി. ഞങ്ങൾ ഇതാ ധനുഷ്കോടിയിലേക്ക്. തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട് നിന്നും തെന്മല വഴി ആര്യങ്കാവിലൂടെ തമിഴ്നാട്ടിലെ തെങ്കാശി വഴിയാണ് യാത്ര. തമിഴ്നാട്ടിലെ പച്ചപ്പ് നിറഞ്ഞ കൃഷിയിടങ്ങളിലെ കാഴ്ചകൾ കൂടുതൽ മനോഹരമാക്കി. യാത്രയിൽ ഞങ്ങൾ ഏർവാടി പള്ളിയും രാമേശ്വരം ക്ഷേത്രവും സന്ദർശിച്ചു. ആദ്യ ദിനം അങ്ങനെ കഴിഞ്ഞു. മുറിയിലെത്തിയിട്ടും അടുത്ത ദിവസത്തെ ധനുഷ്കോടി യാത്രയെപ്പറ്റി ഞങ്ങൾ ഒത്തിരി സംസാരിച്ചു. ധനുഷ്കോടി എങ്ങനെ ഒരു പ്രേത നഗരമായി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇത്രയും ആഴത്തിൽ ഞാൻ അറിയുന്നത്. പിറ്റേന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ധനുഷ്കോടി കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന ദ്വീപിന്റെ തെക്ക് കിഴക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഉപേക്ഷിക്കപ്പെട്ട ഒരു പട്ടണമാണ് ധനുഷ്കോടി. അതായത് ശ്രീലങ്ക എന്ന രാജ്യത്തിലേക്ക് ധനുഷ്കോടിയിൽ നിന്നും വെറും 29 കിലോമീറ്റർ മാത്രമാണെന്നും ചില സമയങ്ങളിൽ ശ്രീലങ്കയിൽ നിന്നുള്ള മൊബൈൽ സിഗ്നൽ ഇന്ത്യയിൽ ധനുഷ്കോടിയിൽ ലഭിക്കുമെന്നുള്ള അതിശയകരമായ അറിവും എനിക്ക് അവിടെ വച്ചാണ് മനസ്സിലായത്. ധനുഷ്കോടിയുടെ കാഴ്ചകൾ ഒരിക്കലും ഒരു സഞ്ചാരിക്ക് ചിരിച്ചുകൊണ്ട് കണ്ടു തീർക്കാനോ നെടുവീർപ്പില്ലാതെ എഴുതി ചേർക്കുവാനോ കഴിയില്ലെന്ന സത്യം ഞാൻ ഇപ്പോൾ ശരിക്കും അറിയുന്നുണ്ടായിരുന്നു. ധനുഷ്കോടി 1964 തമിഴ്നാട്ടിലെ രാമേശ്വരത്തുണ്ടായ അതിഭയങ്കരമായ ചുഴലിക്കൊടുങ്കാറ്റിന്റെ സംഹാരത്തിൽ എല്ലാം നഷ്ടപ്പെട്ടൊരു നഗരം. അന്ന് മരണം കൊണ്ടുപോയ 100 കണക്കിന് സ്വപ്നങ്ങൾ. താൽക്കാലികമായ കുടിലുകൾ കെട്ടി താമസിക്കുന്നവർ ചിരിച്ചുകൊണ്ട് നമ്മളെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ കണ്ണുകളിൽ ആ നഷ്ടത്തിന്റെ, ആ വേദനയുടെ നാളുകൾ ഒത്തിരി നീറ്റുന്നുണ്ടെന്ന സത്യം ശരിക്കും ഞാനെന്ന് മനസ്സിലാക്കി. പ്രകൃതി നാളെ നമുക്ക് എന്താണ് ഒരുക്കിയിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ശരിക്കും ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് ഒരു വാടകക്കാരനെ പോലെയാണെന്നൊക്കെ തോന്നിപ്പിച്ച നിമിഷങ്ങൾ. ഒത്തിരിയേറെ തകർന്ന നിർമ്മിതികൾ. അതിൽ വിദ്യാലയങ്ങളും തപാൽ ഓഫീസും റെയിൽവേ സ്റ്റേഷനും ഫ്രഞ്ച് നിർമ്മിതിയായ പഴയ ക്രിസ്ത്യൻ പള്ളിയും എല്ലാം ഉണ്ട്.
ഒരുപാട് നീറുന്ന വേദനകൾ സമ്മാനിച്ചെന്ന് മാത്രം പറഞ്ഞ് ധനുഷ്കോടി എന്ന ഒരു കാലത്ത് മനോഹര നഗരമായിരുന്ന ഇന്ന് പ്രേത നഗരമായ, കാലത്തിന്റെ കൊഴിഞ്ഞുപോക്കിൽ ഭൂപടത്തിൽ നിന്ന് മാഞ്ഞു പോകുന്ന ഈ നഗരത്തെ ഞാൻ ചെറുതായി കാണുന്നില്ല. ഒത്തിരിയേറെ മണിക്കൂറുകൾ നീല നിറമുള്ള, ഇരുവശങ്ങളിലും 2 കടലുകളുള്ള, അതായത് ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലുമുള്ള ആ മണ്ണിൽ, ആ വെളുത്ത നിറമുള്ള മണലിൽ ചവിട്ടി നിന്നപ്പോൾ പ്രപഞ്ചത്തിൽ നാമെല്ലാം എത്രയോ ചെറുതാണെന്ന് ഓർത്തുപോയി. ജീവിതം ഇങ്ങനെയാണ്, കാഴ്ചകൾ ഇങ്ങനെയാണ്, യാത്രകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചിലയിടത്ത് പോയി മതിമറന്ന് ചിരിച്ചുല്ലസിക്കാൻ പറ്റും, മറ്റു ചിലയിടത്തോ നെടുവീർപ്പുകൾ മാത്രം. യാത്ര തരുന്ന പാഠങ്ങൾ, അനുഭവങ്ങൾ അതൊരുപാട് വലുതാണെന്ന തിരിച്ചറിവാണ് ഞങ്ങളുടെ ഓരോ യാത്രകളും ഞങ്ങളെ പഠിപ്പിച്ചത്. മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ മാറാൻ യാത്ര ചെയ്താൽ മതിയെന്ന് ഞാൻ പറയും. കാരണം എന്നിലെ മാറ്റമാണ് അതിനുദാഹരണം. അങ്ങനെ ധനുഷ്കോടിയുടെ കാഴ്ചകളിൽ നിന്ന് ലഭിച്ച പുതിയ കുറേ അറിവുകളും കുറേയേറെ വിങ്ങുന്ന ഓർമ്മകളുമായി ഞങ്ങൾ ആ വെള്ളമണൽ പ്രദേശത്തോട്, ആ നാട്ടിലെ സ്നേഹം നിറഞ്ഞ മനുഷ്യരോടൊക്കെ യാത്ര പറഞ്ഞ് ചക്രം ഉരുളുകയാണ്. ഇന്നും നിലയ്ക്കാത്ത യാത്രകൾ തുടരുന്നു. യാത്ര തരുന്ന പാഠങ്ങൾ അതൊരുപാട് വലുതാണെന്ന് തിരിച്ചറിവാണ് ഓരോ യാത്രകളും. യാത്രകൾ തുടരുകയാണ്, കൂടെ കാഴ്ചകൾ. നന്ദി.